ഇവിടെ കപ്പ വാങ്ങാൻ ഒരു ചേട്ടൻ വന്നിട്ട് ഈ ചേട്ടന് എന്താ പറയാനുള്ളത് നോക്കാം. നമസ്കാരം. ഞാനിവിടെ കപ്പ മേടിക്കാൻ വന്നതാണ്. നല്ല കപ്പയാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നീലിശ്ശേരത്ത് പണ്ട് ഇവിടെ ഒരു വോട്ട് കമ്പനി ആയിരുന്നു. ചില കാര്യങ്ങളെല്ലാം വോട്ട് കമ്പനി നിലച്ചു പോയപ്പോഴും ആ പ്രദേശം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരിൽ കുറച്ച് പേർ ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിൽ അവിടെ കപ്പ കൃഷി നടത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ സംഘം ഈ സ്ഥലം കഴിഞ്ഞ 2023 തെരഞ്ഞെടുപ്പിലാണ് ഈ സംഘം മുടങ്ങിക്കിടന്ന സംഘം പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. നിലവിൽ ഇതിൻ്റെ ഒട്ടുമിക്ക സ്ഥലം ഉൾപ്പെടെ കയ്യേറി ഒരു നാഥനില്ലാത്ത സ്ഥിതിയിൽ നിന്ന് രേഖകളൊക്കെ വെള്ളപ്പൊക്കത്തിലും ഒക്കെ നഷ്ടപ്പെട്ട് കമ്പനിയുടെ അടിസ്ഥാന എല്ലാം പല കാലഘട്ടങ്ങളായി നഷ്ടപ്പെട്ടു, കട്ടുകൊണ്ടുപോയി എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ ഒരു നാശത്തിൻ്റെ വക്കിൽ നിന്ന് ഇത് സർക്കാർ ഏറ്റെടുക്കുന്ന നിലയ്ക്ക് ലേലം ചെയ്ത നിലയ്ക്ക് വന്നപ്പോഴാണ് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഒട്ടനവധി പ്രതിസന്ധികൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് ഹൈക്കോടതിയിൽ കേസ് വരികയും അതിനെ തരണം ചെയ്തുകൊണ്ടാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റത്. എന്നാൽ നമുക്ക് ഇവിടെ ഈ 3 ഏക്കറോളം സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അളന്നു കഴിഞ്ഞപ്പോൾ ഒരു 10-25 സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്ത് കുറവുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള സ്ഥലം സംരക്ഷിക്കാനും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങുന്നതിനും വേണ്ടിയാണ് സംഘം മുന്നിട്ട് നിൽക്കുന്നത്. അതിനുവേണ്ടി നിരന്തരം ഖാദി ബോർഡിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി ഇതിൻ്റെ രേഖകൾ സംബന്ധിച്ചുള്ളതൊക്കെ തിരക്കി അത് മേടിക്കുകയും ഇതിൻ്റെ മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഇവിടെ ഒരു സ്ഥാപനം വരുത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിനുള്ള പ്രധാന കാരണം അന്നത്തെ ഭരണസമിതി, എംപൈല ഭരണസമിതി 10 ലക്ഷം രൂപയാണ് ഇവിടെ ഈ സ്ഥലം പണയം വെച്ച് ലോൺ എടുത്തത്. എന്നാൽ 10 പൈസ പോലും തിരിച്ചടയ്ക്കാത്തത് മൂലം ഇന്നത് 50 ലക്ഷത്തിന് മുകളിലായി. അപ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചടച്ചെങ്കിൽ മാത്രമാണ് സർക്കാരിൽ നിന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നമ്മുടെ ഭൂമി നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമേ മറ്റ് അനുബന്ധ നടപടികൾ നമുക്ക് നടക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലീസിന് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഈ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെറുകിട വ്യവസായികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ലീസിന് കൊടുക്കാൻ ഭരണസമിതിക്ക് അധികാരമുണ്ട്. ആ നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്. അതോടൊപ്പം തന്നെ ഈ കടം വീട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സഹകാരികളെ സമീപിക്കുകയും ഓഹരി അവരെ കൊണ്ടെടുത്ത് ഈ നമുക്കിത് വീട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരെയും ഇതിൻ്റെ ബോർഡിനെയും ഒക്കെ ചെന്ന് കണ്ടപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ പെട്ടതുകൊണ്ട് മുതലും പലിശയും അടയ്ക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കൂട്ടുപലിശ മാത്രമാണ് പലിശ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഏതാണ്ട് ഒരു 20-22 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ഒഴിവാക്കി കിട്ടും. എന്നിരുന്നാലും ഓരോ വർഷം ചെല്ലുന്തോറും 1 ലക്ഷത്തിൽ ചില്ല 1.5 ലക്ഷത്തിനടുത്ത് പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിനെ ഒന്ന് നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ട് വരാനും എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ പാഴായി കിടക്കുമ്പോൾ ഇത് കാട് കയറി ആളുകൾക്ക് ശല്യമായി മാറുന്നതുകൊണ്ടാണ് ലീസിന് 1-2 പേര് കൃഷി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംരംഭ നിലയ്ക്ക് സംഘത്തിൻ്റെ നേതൃത്വത്തിലും കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിലും ഇവിടെ കപ്പ കൃഷി നടത്തി. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൃഷി നടത്തിയെങ്കിലും അതനുസരിച്ചുള്ള ഒരു വില ഇതിന് ഈ കാലഘട്ടത്തിനനുസരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിലവിൽ ഇപ്പോൾ കപ്പ ഈ തോട്ടത്തിൽ തന്നെ പറിച്ച് കൊടുത്ത് വില കുറച്ച് ആ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടാവുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ കപ്പ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ സംരംഭങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ വരുന്നതിന് മുറക്കി ഇവിടെ നല്ലൊരു ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കുടുംബശ്രീ പോലുള്ള അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ സംരംഭങ്ങൾക്കും തുടങ്ങാവുന്ന രീതിയിലേക്ക് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പല പ്രോജക്റ്റുകളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പത്തിക പ്രശ്നമാണ് ഇതിന് തടസ്സം. പുതിയ സംരംഭരെ നമ്മൾ തേടുകയാണ്. ഈ പഴയ വോട്ട് കമ്പനി എന്നറിയപ്പെടുന്ന ഈ പ്രദേശം നമുക്കറിയാം, 2 സൈഡിലും വഴിയൊക്കെ ഉള്ളതുകൊണ്ടും ഇരുവശത്തായിട്ട് ഭൂമി കിടക്കുന്നത്. അത് നല്ല നിലയിൽ നമുക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ച് പേര് പണി കൊടുക്കാനുള്ളൊരു സംരംഭത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി. അതിന് എല്ലാ നാട്ടുകാരുടെയും സഹകരണം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ്. ചേട്ടാ, ഈ കപ്പ എങ്ങനെയുണ്ട്? കപ്പ ഞാൻ കഴിച്ചില്ല, പക്ഷേ കപ്പ കഴിച്ചവരുടെ ഒരു അഭിപ്രായം കിട്ടാണ് ഇന്ന് കപ്പ വാങ്ങാൻ വന്നത്. എല്ലാവരും നല്ല കപ്പയാണ്, നല്ല കരഭൂമിയിൽ നിൽക്കുന്ന നല്ല കപ്പയാണ് എന്ന് അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ വന്ന്
ഈ പ്രസ്ഥാനവുമായിട്ടൊന്ന് സഹകരിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും വളരെ നല്ല തീരുമാനമാണ് ഈ കാർഷിക സംഘം എടുത്തിരിക്കുന്നത്. പൊതുവിൽ കാർഷിക രീതിയിലോടൊക്കെ ആളുകൾ വിട പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം എന്നുള്ളത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതിൽ ഞാൻ ഈ കർഷക സംഘത്തെ അഭിനന്ദിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ കാർഷിക വൃത്തിയിലേക്ക് വരുവാൻ ഉള്ള ഒരു പ്രചോദനമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും വളരെ നല്ല പ്രവൃത്തിയാണ്. കൂടുതൽ ആളുകൾ ഇതിൽ വന്ന് സഹകരിക്കണം. ഈ കപ്പ ഇപ്പോൾ പറിച്ച് കൊടുക്കുകയാണ്, വിളവെടുപ്പ് നടക്കുകയാണ്. അതിനോട് കൂടുതൽ പേർ സഹകരിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു.